പിണറായിസത്തിനെ വർണ്ണിക്കാൻ കിട്ടുന്ന ഒരവസരവും PV അൻവർ കളയാറില്ല. മുഖ്യന്റെ ഫോട്ടോ വയ്ക്കാൻ കോടികൾ, ഒരു ഉപതെരഞ്ഞെടുപ്പ് നടത്താൻ ലക്ഷങ്ങൾ. എന്ത് വിരോധാഭാസമാണ്! 200 കോടി രൂപ ചെലവാക്കി വാർഷികം നടത്തിയവരെ വെല്ലുവിളിക്കുകയാണ് PV അൻവർ ഇതിലൂടെ. തന്നെ വഞ്ചിച്ച മുഖ്യനെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു. കോടികൾ വരുമാനം ബിസിനസ് നടത്തി ഉണ്ടാക്കുന്ന പാപ്പരുടെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. പിന്നെ 40 ലക്ഷം രൂപ ഇലക്ഷൻ കമ്മീഷന് ഇവിടെ ചെലവാകുമ്പോൾ മുഖ്യമന്ത്രിയുടെ വെറും ഫോട്ടോ വെക്കാനാണ് 15 കോടി 66 ലക്ഷം. നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്താണ്. 4ാം വാർഷികം മുഖ്യമന്ത്രിയുടെയും മരുമകൻ്റെയും ഫോട്ടോ കാസർഗോഡ് ടു ട്രിവാൻഡ്രം വെക്കാൻ 15 കോടി 60 ലക്ഷം റുപ്യ ചെലവാക്കിയ മുഖ്യമന്ത്രിയാണ്. 4ാം വാർഷികം പത്രത്തിലും ബാക്കിയില്ലേനും പരസ്യം കൊടുക്കാൻ, ഇവിടുത്തെ പന്തൽ കെട്ടി ഘോഷയാത്ര നടത്താൻ 200 കോടി പരം രൂപ ചെലവഴിച്ച് ഈ രാജ്യത്ത് ധൂർത്ത് നടത്തിയ മുഖ്യമന്ത്രിയാണ്. ഒരു 40 ലക്ഷം റുപ്യ PV അൻവറിൻ്റെ പേരിൽ ജനങ്ങൾക്ക് നഷ്ടമുണ്ടായി എന്ന് പറയുന്നത്. പക്ഷേ നിലമ്പൂരിലെ സ്ഥിതി എന്താ? നിലമ്പൂരിൽ ഇത് ആഘോഷമല്ലേ? ജനാധിപത്യത്തിൽ ഏറ്റവും വലിയ ആഘോഷമാണ് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. പെരുന്നാളാണ്. ഇവിടുത്തെ ഹോട്ടലുകൾ മുഴുവൻ ബുക്ക്ഡാണ്. ഇവിടുത്തെ റെസ്റ്റോറൻറ്റുകൾ മുഴുവൻ കച്ചവടമുണ്ട്. ഇവിടുത്തെ ഓട്ടോറിക്ഷ ടാക്സി തൊഴിലാളികൾ മുഴുവൻ ജീവിച്ചു പോകുന്നുണ്ട്. പട്ടിണിയും പരിവട്ടവും ആകേണ്ട മാസമാണിത്. ഒരു ടാക്സി ഓടൂല, ഒരു ഓട്ടോറിക്ഷ ഓടൂല, ഒരു മനുഷ്യൻ അങ്ങാടിയിലുണ്ടാവില്ല. എല്ലാ മേഖലയിലും ചുമരെഴുതുന്ന ആളുകൾക്ക്, ഫ്ലെക്സ് ചെയ്യുന്നവർക്ക്, പ്രിന്റിംഗ് പ്രസ്സിൽ എത്ര കോടി രൂപയാണ് ഈ നിലമ്പൂർ മണ്ഡലത്തിലേക്ക് ഇറങ്ങുന്നത്? ഇത് മുഴുവൻ സാധാരണക്കാരുടെ കയ്യിലേക്കല്ല പോകുന്നത്. ഈ മഴക്കാലം കഴിഞ്ഞുകൂടാനുള്ള ഒരു ശേഷി ഇവിടുത്തെ തൊഴിലാളി വർഗത്തിന്, ഒരുവിധപ്പെട്ട തൊഴിലാളി വർഗത്തിനൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായി. ജനങ്ങൾ അതിൽ സന്തോഷത്തിലാണ്.